കിളിച്ചുണ്ടൻ മാമ്പഴമേ. ഇന്നലെ വാങ്ങിയ മാവ് കുഴിച്ചിടുകയുണ്ടോ? അപ്പോൾ അതാ ബാക്ക് സൈഡിലാണ് കുഴിച്ചിടുന്നത്. മുന്നിൽ ഭയങ്കര വെയിലുമാണ്. പിന്നെ മുന്നിൽ ഇയാൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുഴിച്ചിടാൻ അയക്കൂല. അപ്പോൾ അതാ ബാക്കിൽ കുഴിച്ചിടാണ്. ബാക്കിൽ ഇതാ ഫുള്ള് ഇതേപോലെ ഇപ്പം കവുങ്ങും വാഴയൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പാണ് ഈ ഒരു ഭാഗം. ഇന്നലെ വാങ്ങിയതാണ്. അപ്പം ഞങ്ങൾ പിന്നെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ വാടിപ്പോവും, എങ്ങനെ എന്തെങ്കിലും ചെയ്യും വിചാരിച്ചിട്ടാണ്. കവറിലാണ് കേട്ടോ. ഇതാണ് മാവ്. ഇന്നലെ പോയ ടൈമിൽ വാങ്ങിയതാണ് ഈ ഒരു പ്ലാന്റും ഈ ഒരു ചട്ടി കേട്ടോ. നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന്. ഇതല്ലാതെ 2-3 ഐറ്റം ചെടിയും ചട്ടിയൊക്കെ വാങ്ങിക്കണു. പിന്നെ നമ്മളെ കടലാസ് ചെടിയിലും വേറെ വെറൈറ്റി കളറും വാങ്ങിക്കണു. ഇതൊക്കെ ഏകദേശം എല്ലാതും പൂത്ത് നിൽക്കുന്ന ടൈമാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതേപോലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആള് ചെടിയിലും ഞാനിതാ ഇതേപോലെയുള്ള ഐറ്റംസിലെ കാരണം ഇത് കണ്ടില്ലേ മാങ്ങയുടെ വലിപ്പത് പോരോന്നറിയില്ല. നല്ല വെയിലായിരുന്നു. ഇത് നമ്മളെ കയ്യിനേക്കാട്ടിലും വലിപ്പത്തിലാണ് ഈ ഒരു മാങ്ങ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഏതാണ് ഐറ്റം എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ദഹിനോലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. നിലത്ത് ഇതാ തട്ടാറായി നിൽക്കുകയാണ്. നല്ല മൂപ്പുള്ള തയ്യാന്നാണ് പറഞ്ഞത്. നല്ല മൂപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 450 രൂപയുണ്ട് അതിന് റേറ്റ് വരുന്നത്. നിഷാദിന് ചെടിപ്രാന്തുള്ള പോലെ തന്നെ എനിക്കുള്ള പ്രാന്താണ് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളോട് കേട്ടോ. ഒക്കെ എടുത്തോളൂ. അതിൻ്റെ ഇതിലും പിടിച്ചോളിട്ടില്ലേ. എൻ്റെ മാങ്ങയുടെ ഭാരം കണ്ണ് വെക്കരുത് കേട്ടോ ആരും. മാങ്ങ ഉണ്ടായിട്ട് വേണമെങ്കിൽ നമ്മൾ ഗിവ് അവേ തരുന്നുണ്ട്. നമുക്ക് വളപ്പൊടി കൊണ്ടുപോകാം. എന്നെ കൊണ്ട് ഇതേ നടക്കുള്ളൂ. ഈ വളപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വെക്കും. ഒരു ബ്ലേഡ് എടുക്കണോ? വെക്കാൻ പറഞ്ഞാൽ ഉള്ളിൽ പോകാൻ മടിയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് മാന്തിക്കോട്ടെ. ഇത് വെച്ചിട്ട് മാന്തിയിട്ട് കീറിയ പണി നടക്കും. അത് ഇപ്പം എങ്ങനെയുണ്ട് കിട്ടുന്നില്ലേ? അതാ ഞങ്ങൾ കലിപ്പായി. ഞങ്ങൾ എടുത്തോന്നു. കുറച്ച് വളവുള്ളത് കൊണ്ട് ഇങ്ങനെ നീർത്തി വെക്കാനാണ് പറഞ്ഞിങ്ങനെ. അതേപോലെ നീർത്തി വെക്കുകയാണ്. ഇത് വളപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക മണ്ണും വളപ്പൊടി എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കും. സൈഡിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല മാങ്ങകൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നടണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ അടുത്തത് നടുമ്പോൾ ശ്രദ്ധിക്കും. അപ്പോൾ അതേപോലെ തൈ വാങ്ങിയിട്ട് ആരെങ്കിലും കായ്ക്കാത്തതോ അല്ലെങ്കിൽ ശരിയാവാത്തതോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മാങ്ങ അതേപോലെ ഒന്ന് പൊക്കി കെട്ടിക്കൊടുക്കും കൊണ്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാങ്ങ നിലത്തിരുന്നാൽ അത് കേടുവരുമല്ലേ. ഫൈനലി നമ്മളത് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ പണി ഇവിടെ തീർന്നു. അടുത്തത് വേറെ ആളാണെങ്കിലും വെയിലത്ത് നിന്ന് കുഴങ്ങി ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.